ഹലോ എവ്രി വൺ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ഈവനിങ് സ്നാക്കായിട്ടാണ്. ഇറ്റ്സ് നത്തിങ് ബട്ട് ഷവർമ കപ്സ്. അതിനായിട്ട് ഞാൻ 2 ബിഗ് ഓണിയൻസ് സ്ലൈസ് ചെയ്തിട്ടുണ്ട്, പിന്നെ 1 ബിഗ് ടൊമാറ്റോ ആൻഡ് 1 ലാർജ് ക്യാരറ്റും സ്ലൈസ് ചെയ്തിട്ടുണ്ട്. ഇത് ഹോം മെയ്ഡ് മയണൈസാണ്. പിന്നെ നമുക്ക് വേണ്ടത് മൈദയുടെ ഡവ് വേണം. അത് ഞാൻ പരത്തി വെച്ചിട്ടുള്ളതാണത്. ഇങ്ങനെ ഒരു ഗ്ലാസ് എടുക്കുക, അതിൻ്റെ മുകളിലോട്ട് പരത്തി വെച്ചിട്ടുള്ള ഈ മൈദയുടെ ഡവ്, മൈദ ബോൾസ് പരത്തി വെച്ചിട്ടുള്ളത് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കണം. സ്റ്റീൽ ഗ്ലാസിൻ്റെ ബേസിൽ വെച്ചിട്ടാണ് നമ്മളതങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ചെറിയ ഇറഗുലാരിറ്റീസൊക്കെ ഉണ്ടാവും, പെർഫെക്റ്റ് ആയിട്ടൊന്നും വരില്ല. എന്നാലും നമ്മളിത് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ആ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ സ്റ്റീൽ ഗ്ലാസിൻ്റെ ഹെൽപ്പ് യൂസ് ചെയ്യുന്നേ ഉള്ളൂ. അങ്ങനെ ഇത് സ്റ്റീൽ ഗ്ലാസ് ഓയിലിൽ, വെജിറ്റബിൾ ഓയിലായിരിക്കും കൂടുതലും നല്ലത്. വെജിറ്റബിൾ ഓയിലിൽ വെച്ചിട്ട് നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്കും എടുക്കുക, അല്ലാച്ചാൽ അത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഇപ്പോൾ ഞാൻ 7 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മസാല എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. 2 ടേബിൾ സ്പൂൺസ് ഓഫ് ഓയിലിലോട്ട് ഞാൻ ഓണിയൻസ് ഫ്രൈ ചെയ്യാനായിട്ട് ഇടുന്നുണ്ട്. ഫ്രൈ ചെയ്യേണ്ട, ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. പിന്നെ നമുക്ക് അതിലോട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഇടണം, ടൊമാറ്റോ ഇടണം. അത് കഴിഞ്ഞ് സ്ലൈസ് ചെയ്ത് ഒന്ന് സോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ക്യാരറ്റും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഗ്യാസ് എപ്പോഴും സിമ്മിലിടാൻ നോക്കുക. 2 ടീസ്പൂൺസ് ഓഫ് പെപ്പർ പൗഡർ ഇടുക. അത് കഴിഞ്ഞിട്ട് 1 ടേബിൾ സ്പൂൺ ഫുൾ ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ കെച്ചപ്പ് ഏതായാലും കുഴപ്പമില്ല, യൂസ് ചെയ്യാം. അതിലോട്ട് ഇടുക, നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വയ്ക്കാതിരിക്കുക, ലോ ഫ്ലെയിമിൽ വയ്ക്കുകയാണ് നല്ലത്. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഫുൾ ഓഫ് മയോണൈസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് സ്റ്റിർ ചെയ്ത് കഴിഞ്ഞിട്ട് അതിലോട്ട് മല്ലിയിലയും കൂടി ഇട്ട് അതൊരു 5 മിനിറ്റ്സ് കുക്കാവാൻ വേണ്ടിയിട്ട് ലിഡ് വെച്ച് അടയ്ക്കുക. 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മളുടെ മസാല കിട്ടുക. അത് കഴിഞ്ഞിട്ട് ഷവർമ കപ്സിലോട്ട് മയോണൈസ് ഫസ്റ്റ് ലെയറായിട്ട് വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ മിക്സ്ചർ അതിലോട്ട് ഇടുക. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് നെക്സ്റ്റ് ലെയറായിട്ട് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ ഷവർമ കപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. See you until next video. Bye.